പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി. ആദ്യം മുതൽ നമ്മുടെ മേൽ തൻ്റെ കരുണയും മനോഗുണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമീൻ. ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ദൈവതിരുവചനം കേൾക്കുവാൻ ശ്രദ്ധയോടെ ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം ഏറ്റവും വിനയത്തോടുകൂടി മുന്നമേ അറിയിക്കുന്നു. ദൈവത്തിൻ്റെ വലിയ കൃപയാൽ വീണ്ടും ഒരു പ്രാവശ്യം കൂടി ദൈവവചനത്തിന് കീഴിലായിരിക്കുവാൻ നമുക്കെല്ലാവർക്കും നമ്മുടെ കർത്താവ് തന്നതായ വിലയേറിയ ആ ഭാഗ്യത്തെ ഓർത്ത് ദൈവത്തെ മുന്നമേ സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ ധ്യാനചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്നതായ വേദഭാഗം അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 19-ാം അധ്യായം 11-ാം വാക്യമാണ്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 19-ാം അധ്യായം 11-ാം വാക്യം. ദൈവം പൗലോസ് മുഖാന്തരം അസാധാരണമായ വീര്യപ്രവൃത്തികളെ ചെയ്യിക്കുകയാൽ അവൻ്റെ മെയ്മേൽ നിന്ന് റൂമാലും ഉത്തരീയവും രോഗികളുടെ മേൽ കൊണ്ടുവന്നിടുകയും വ്യാധികൾ അവരെ വിട്ടുമാറുകയും ദുരാത്മാക്കൾ പുറപ്പെടുകയും ചെയ്തു. ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അപ്പോസ്തലനായ പൗലോസ്ലീഹായുടെ ജീവിതയാത്രയിൽ പൗലോസ്ലീഹായുടെ പ്രാർത്ഥന മൂലം അനേകം രോഗികൾക്ക് സൗഖ്യമായി, അനേകം ദുരാത്മാക്കൾ വിട്ടുപോയി എന്ന് മാത്രമല്ല, ഇവിടെ ദൈവം തന്നെ അത്ഭുതം പ്രവർത്തിക്കുകയാണ്. ആ പൗലോസ്ലീഹായുടെ റൂമാലും ഉത്തരീയവുമെല്ലാം രോഗികളുടെ അടുക്കൽ ശരീരത്തിൽ കൊണ്ടിടുമ്പോൾ തന്നെ രോഗികൾ സൗഖ്യമാകുന്നതായ അത്ഭുതകരമായ കാഴ്ചകൾ. തന്നെയുമല്ല, പിശാചുകൾ ദൂരെ വിട്ട് ഓടിപ്പോവുകയാണ്. അനുഗ്രഹിക്കപ്പെട്ട ദൈവജനമേ, ഈ നാളുകളിൽ നമ്മുടെ ദേവാലയങ്ങളിൽ പെരുന്നാളെല്ലാം ആഘോഷിച്ചു വരുന്നതായ ഒരു സമയമാണല്ലോ. നാം ചിന്തിക്കേണ്ട കാര്യം, അപ്പോസ്തലനായ പൗലോസ്ലീഹായുടേതുപോലെ തന്നെ നമ്മുടെ പുണ്യപ്പെട്ട പിതാക്കന്മാരുടെ ജീവിതത്തിലും ഇപ്രകാരം അനുഭവങ്ങൾ ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് ഇതെല്ലാം സംഭവിച്ചത്? ആ വചനം വ്യക്തമായിട്ട് പറയുകയാണ്. ദൈവം തമ്പുരാൻ അവിടെ അത്ഭുതം പ്രവർത്തിക്കുകയാണ്. തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരിലൂടെ, തൻ്റെ വചനം പ്രമാണിച്ച് വിശുദ്ധിയോടെ ജീവിക്കുന്നതായ ആ ദൈവദാസന്മാരിലൂടെയെല്ലാം, നമ്മുടെ പുണ്യപ്പെട്ട പിതാക്കന്മാരിലെല്ലാം ദൈവം തമ്പുരാൻ പ്രവർത്തിച്ചു. അതിന് കാരണം എന്താണ്? അവിടെ ജീവിതം കർത്താവിന് സമർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോയപ്പോഴാണ് ആ അത്ഭുതങ്ങളെല്ലാം നിവർത്തിക്കുവാൻ ഇടയായത്. ദൈവതിരുനാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം നമ്മുടെ പിതാക്കന്മാരെല്ലാം അതുപോലെ ജീവിച്ചിരുന്നുകൊണ്ട് അവരെ നാം ഓർക്കുകയാണ്, അവരുടെ വിശ്വാസം അനുകരിക്കുകയാണല്ലോ ചെയ്തത്. എബ്രായ ലേഖനം 13-ാം അധ്യായം 7-ാം വാക്യത്തിൽ പൗലോസ്ലീഹ നമ്മോട് പറയുന്നുണ്ട്, നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ച് നടത്തിയവരെ നിങ്ങൾ ഓർത്തുകൊള്ളുവീൻ, അവരുടെ ജീവിതാവസാനം ഓർത്ത് അവരുടെ വിശ്വാസം അനുകരിപ്പിനെന്ന്. ആ പുണ്യപ്പെട്ട പിതാക്കന്മാരുടെ ജീവിതാവസാനം എങ്ങനെയായിരുന്നു, അവരുടെ ജീവിതം എങ്ങനെയായിരുന്നു, അവരുടെ വിശ്വാസം എങ്ങനെയായിരുന്നു? ആ വിശ്വാസവും അവരെല്ലാം യാത്രയായത് യേശുക്രിസ്തുവിനെ മുന്നിൽ കണ്ടുകൊണ്ടാണ്. ആ പ്രത്യാശയോടെ സ്വർഗരാജ്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് അവരെല്ലാം യാത്രയായത്. പ്രിയപ്പെട്ടവർ, അപ്പോസ്തലനായ പത്രോസ്ലീഹ യേശുവിൻ്റെ പിന്നാലെ യാത്രയായി. പൗലോസ്ലീഹ ഉൾപ്പെടെ മറ്റുള്ളവരെല്ലാവരും, ശിഷ്യന്മാരും അപ്പോസ്തലന്മാരും എല്ലാവരുടെ പിന്നാലെ യാത്രയാവുകയായിരുന്നു. സഹോദരന്മാർ, നമ്മുടെ പുണ്യപ്പെട്ട പിതാക്കന്മാരെല്ലാം യേശുക്രിസ്തുവിൻ്റെ പിന്നാലെ സ്വർഗരാജ്യം ലക്ഷ്യമാക്കിക്കൊണ്ട് യാത്ര ചെയ്തവരായിരുന്നു. അതുകൊണ്ട് അവരുടെ ജീവിതം ആ യേശുക്രിസ്തു ലക്ഷ്യമാക്കിക്കൊണ്ടും അതോടൊപ്പം തന്നെ ആ നിത്യത ലക്ഷ്യമാക്കിക്കൊണ്ടാണ് അവരെല്ലാവരും ജീവിച്ച് മുന്നോട്ട് പോയത്. അതുകൊണ്ട് നാം പെരുന്നാളുകൾ ആഘോഷിക്കുമ്പോൾ നമ്മുടെ പിതാക്കന്മാർ നമ്മോട് പറഞ്ഞതുപോലെ ആ പിതാക്കന്മാരുടെ, പുണ്യപ്പെട്ട പിതാക്കന്മാരുടെ വിശ്വാസം അനുകരിച്ചാണോ നാം മുന്നോട്ട് പോകുന്നത്? അവർ എന്താണ് തിരഞ്ഞെടുത്തത് എന്നാണ് ഇന്ന് നാം പരിചിന്തിക്കേണ്ടത്. വിശുദ്ധ മത്തായി സുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ 13-14 വാക്യങ്ങളിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്. വിശുദ്ധ മത്തായി സുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ 13-14 തിരുവചനങ്ങൾ. ഇടുക്കുവാതിലിലൂടെ അകത്ത് കടപ്പിൻ, നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളതും വഴി വിശാലവും അതിൽ കൂടി കടക്കുന്നവർ അനേകരുമാകുന്നു. ജീവങ്കലേക്ക് പോകുന്ന വാതിൽ ഇടുക്കവും വഴി ഞെരുക്കവുമുള്ളത്, അത് കണ്ടെത്തുന്നവർ ചുരുക്കമത്രേ എന്ന്. ഒന്നുകൂടി വായിച്ച് കേൾക്കാം. ഇടുക്കുവാതിലിലൂടെ അകത്ത് കടപ്പിൻ, നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളതും വഴി വിശാലവും അതിൽ കൂടെ കടക്കുന്നവർ അനേകരുമാകുന്നു. ജീവങ്കലേക്ക് പോകുന്ന വാതിൽ ഇടുക്കവും വഴി ഞെരുക്കവുമുള്ളത്, അത് കണ്ടെത്തുന്നവർ ചുരുക്കമത്രേ എന്ന്. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ഓരോ പിതാക്കന്മാരും യാത്ര ചെയ്തത് ഇടുക്കമുള്ള വാതിലിലൂടെയായിരുന്നു. ആ വിശാലമായ മരണത്തിൻ്റെ വാതിലിലൂടെ അല്ലായിരുന്നു. അവർ ലക്ഷ്യമാക്കിയത് ആ സ്വർഗരാജ്യം, നിത്യത ആയിരുന്നു.
അതുകൊണ്ടാണല്ലോ പ്രിയപ്പെട്ടവരെ അവരെല്ലാവരും ജീവനെ തിരഞ്ഞെടുത്തവരാണ്, മരണത്തെ അല്ല തിരഞ്ഞെടുത്തത്. യിരെമ്യാ പ്രവാചന പുസ്തകം 21 അധ്യായം അതിൻ്റെ 8 വാക്യം. യിരെമ്യാ പ്രവാചന പുസ്തകം 21 അധ്യായം 8 വാക്യം. നീ ഈ ജനത്തോട് പറയേണ്ടത്, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇതാ ഞാൻ ജീവൻ്റെ വഴിയും മരണത്തിൻ്റെ വഴിയും നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുന്നു. നീ ജനത്തോട് പറയേണ്ടത്, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇതാ ഞാൻ ജീവൻ്റെ വഴിയും മരണത്തിൻ്റെ വഴിയും നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുന്നു. അവിടെ ബാബേൽ രാജാവായ നെബൂഖദ്നേസർ രാജാവ് തങ്ങളുടെ രാജ്യം ആക്രമിച്ചു കൊണ്ടിരുന്നപ്പോൾ യഹോവയോട് നീ അപേക്ഷിക്കണമേ എന്നുള്ള ആവശ്യവുമായിട്ട് സെദക്കിയ രാജാവ് തൻ്റെ ദൂതന്മാരെ യിരെമ്യാ പ്രവാചകൻ്റെ അടുക്കലേക്ക് പറഞ്ഞയക്കുമ്പോൾ യിരെമ്യാ പ്രവാചകൻ യഹോവയായ ദൈവത്തിൻ്റെ അരുളപ്പാട് അനുസരിച്ചുകൊണ്ട് അവരോട് പറയുന്ന കാര്യമാണ്, ജീവൻ്റെ വഴി ഇതാ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇതാ ഞാൻ ജീവൻ്റെ വഴിയും മരണത്തിൻ്റെ വഴിയും നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുന്നു എന്ന്. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ തന്നെ നമ്മുടെ പിതാക്കന്മാരും ഇതുപോലെ ജീവൻ്റെ വഴിയും മരണത്തിൻ്റെ വഴിയും മുൻപിലുണ്ടായിരുന്നു. 2 വഴികളുണ്ടായിരുന്നു. എന്നാൽ അവരെല്ലാവരും വിശാലമായ ആ മരണത്തിൻ്റെ വഴിയിലൂടെ യാത്ര ചെയ്യാതെ നിത്യജീവൻ്റെ വഴിയിലൂടെ ഇടുങ്ങിയ വഴിയിലൂടെ ഇടുങ്ങിയ വാതിലിലൂടെ യാത്ര ചെയ്തവരായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ശ്ലീബാ പ്രഭാത പ്രാർത്ഥനയിൽ നാം ഇങ്ങനെ പ്രാർത്ഥിക്കാറുണ്ടല്ലോ, പാടാറുണ്ടല്ലോ, ജീവവഴി മൃതിബന്ധാവെന്നീ ഇരുവഴികൾ സഹദേർ കണ്ടു, നവജീവൻ പ്രാപിച്ചിടാനാ ഇടുങ്ങിയ വഴിയവർ കാക്ഷിച്ചു, സാത്താനോടവടടാടി അവനെ ജയിച്ചവർ ചൊല്ലുന്നു, ദൈവനാമം ബഹുമാന്യം ആരാധകർക്കതു മാർഗദർശി, ആർത്ഥികൾ തന്നഭയസ്ഥാനം. നമ്മുടെ പിതാക്കന്മാർ ജീവവഴിയാണ് തിരഞ്ഞെടുത്തത്. അത് ഇടുങ്ങിയ വഴിയായിരുന്നു. നാം വിശുദ്ധ മത്തായി സുവിശേഷം ആദ്യം വായിച്ചു കേട്ടതുപോലെ അത് കഷ്ടതകളുണ്ടായിരുന്നു, ഭാരങ്ങളുണ്ടായിരുന്നു, ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു, സഹനങ്ങളുണ്ടായിരുന്നു. എന്നാൽ തൊട്ട് മുമ്പിൽ തന്നെ വിശാലമായ വഴിയുണ്ട്. അത് പാപത്തിൻ്റെ വഴിയാണ്. അത് മരണത്തിലേക്കുള്ളതായ നിത്യമരണത്തിലേക്കുള്ളതായ വഴിയായിരുന്നു എന്ന് നമ്മുടെ പിതാക്കന്മാർക്ക് അറിയാമായിരുന്നു. അനുഗ്രഹിക്കപ്പെട്ട ദൈവജനമേ, ഈ നാളുകളിൽ ഞാനും നിങ്ങളും ചിന്തിക്കേണ്ടതായ കാര്യം അതുതന്നെയാണ്. ഈ വിശുദ്ധന്മാരെക്കുറിച്ചെല്ലാം ഓർക്കുമ്പോൾ, അവിടെ ജീവിതം നമ്മൾ പഠിക്കുമ്പോൾ, നാം ആദ്യം കുറിവാക്യമായി വായിച്ചത് കേട്ടതുപോലെ അപ്പോസ്തലനായ പൗലോസ്ലീഹായുടെ ഉത്തരീയവും റൂമാലുമെല്ലാം എടുത്തുകൊണ്ട് രോഗികളുടെ മേൽ കൊണ്ടിടുമ്പോൾ തന്നെ സൗഖ്യം പ്രാപിച്ചുവെങ്കിൽ, നമ്മുടെ പുണ്യപ്പെട്ട പിതാക്കന്മാർ ജീവിച്ചിരുന്നപ്പോൾ പ്രാർത്ഥിച്ചുവെങ്കിൽ, അവിടെ മധ്യസ്ഥയാൽ ഇന്ന് നമുക്ക് അനുഗ്രഹം ലഭിക്കുന്നുവെങ്കിൽ അതിൻ്റെ എല്ലാം അർത്ഥം എന്തായിരുന്നു? അവരെല്ലാവരും ഇടുങ്ങിയ വഴിയിലൂടെ യാത്ര ചെയ്തുകൊണ്ട് നിത്യജീവനെ കാക്ഷിച്ചുകൊണ്ട് ജീവൻ്റെ വഴി തിരഞ്ഞെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നവരായിരുന്നു. സഹോദരങ്ങളെ, നമുക്കത് തിരഞ്ഞെടുക്കുവാൻ ഇനിയും ആയിട്ടുണ്ടോ എന്നുള്ളതാണ് നാം ചിന്തിക്കേണ്ടത്, നാം പരിശോധിക്കേണ്ടത്. ഈ നാളുകളിൽ എത്രയോ അനേകം ആളുകളാണ് മരണത്തിൻ്റെ വഴി തിരഞ്ഞെടുത്തുകൊണ്ട് വിശാലമായ വഴിയിലൂടെ മുന്നോട്ട് പോകുന്നത്. പിശാച് മാടി വിളിക്കുകയാണ്, ഇതെല്ലാം രസമാണ്, ഇതെല്ലാം സന്തോഷമാണ്, ഇതെല്ലാം അനുഭൂതിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പിശാച് മാടി വിളിക്കുമ്പോൾ ആ വഴിയിലൂടെ പലരും പോകുമ്പോൾ അറിയുന്നില്ല ഈ പോക്ക് മരണത്തിലേക്കാണ്, നിത്യമരണത്തിലേക്കാണ്, നാശത്തിൻ്റെ വഴിയാണ് എന്ന് പലരും അറിയുന്നില്ല. സഹോദരങ്ങളെ, ഈയിടെ ഒരു പെൺകുട്ടി ദൂരെ പഠിക്കുവാനായിട്ട് പോയി. അവിടെ ഹോസ്റ്റലിൽ താമസിച്ചു. അവിടെ നിന്ന് പഠനവും ഹോസ്റ്റൽ ജീവിതമെല്ലാം മടുത്തുകൊണ്ട് ഉപേക്ഷിച്ചുകൊണ്ട് ആ കോഴ്സ് തന്നെ വേണ്ട എന്ന് വെച്ചുകൊണ്ട് തിരിച്ചു വന്നപ്പോൾ സംസാരിക്കാനിടയായി ആ കുഞ്ഞ് പറഞ്ഞു, അച്ഛാ, യാതൊരു നിവൃത്തിയുമില്ലായിരുന്നു. ആ ഹോസ്റ്റലിൽ താമസിക്കുവാൻ നിർവാഹമില്ല. കൂട്ടുകാരികൾ എല്ലാം, അവിടെയുള്ള റൂംമേറ്റ്സ് എല്ലാ തെറ്റുകളും ചെയ്യുവാനായിട്ട് എന്നെ പ്രേരിപ്പിക്കുകയായിരുന്നു. ഞാൻ പിടിച്ചു നിന്നു. ഇനിയും പിടിച്ചു നിൽക്കുവാനായിട്ട് എനിക്ക് സാധിക്കുകയില്ല. എല്ലാ ദുഷ്ചെയ്തികളും അവിടെ ഉണ്ടായിരുന്നുവെന്ന്, എനിക്ക് ആ നാശത്തിൻ്റെ വഴിയിലൂടെ പോകുവാനായിട്ട് എനിക്ക് സാധിക്കുകയില്ല. ഞാൻ ദൈവത്തെ അറിഞ്ഞ പൈതലാണ്, ഞാൻ യേശുവിനെ ആരാധിക്കുന്നവളാണ്, ഞാൻ പള്ളിയിൽ പോകുന്ന പെൺകുട്ടിയാണ്, ഞാൻ സൺഡേ സ്കൂളിൽ പഠിച്ചവളാണ്, ഞാൻ വചനം കേട്ടനുസരിക്കുന്നവളാണ്, ഞാൻ ആ വഴിക്ക് പോകില്ല എന്ന് തീരുമാനം
തീരുമാനമെടുത്തു, ഞാൻ കുറേ ദിവസം പിടിച്ചു നിന്നു, പക്ഷെ ഇനിയും പിടിച്ചു നിൽക്കുവാൻ വയ്യ എന്നായപ്പോൾ ആ കോഴ്സും വേണ്ട, പഠനവും വേണ്ട, ഹോസ്റ്റൽ ജീവിതവും വേണ്ട എന്ന് വെച്ചുകൊണ്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് മടങ്ങിപ്പോകുന്നു. ഇനിയുള്ള കാര്യങ്ങൾ ദൈവം നടത്തട്ടെ എന്ന് ആ പെൺകുട്ടി പറയുവാനിടയായി. ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ വിശാലമായ വഴിയിലൂടെ പോകുവാനായിട്ട് ആ പെൺകുട്ടി തയ്യാറായില്ല. നമുക്കറിയാം, ഇന്ന് വിശാലമായ വഴിയിലൂടെ, പാപത്തിൻ്റെ വഴിയിലൂടെ പോകുവാനായിട്ട് പിശാചിങ്ങനെ പ്രേരിപ്പിക്കുകയാണ്, പ്രലോഭനങ്ങൾ തരികയാണ്. പലരും അറിയാതെ പെട്ട് പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, പലരും പറയുന്നൊരു കാര്യമുണ്ട്, മദ്യം കഴിക്കുന്ന ആളുകൾ, അച്ഛാ മദ്യം കഴിക്കണമെന്ന് എനിക്ക് ആഗ്രഹമില്ല, പക്ഷേ അങ്ങ് കഴിച്ചു പോവുകയാണ്, പെട്ടുപോവുകയാണ്. ഒരു വിവാഹ വീട്ടിൽ കടന്നു ചെല്ലുന്നു, പ്രത്യേകിച്ച് സന്ധ്യയ്ക്കുള്ളതായ പ്രോഗ്രാം എല്ലാം ഉണ്ടല്ലോ. ആ വിവാഹ വീടുകളിൽ പലപ്പോഴും മദ്യപാനത്തിൻ്റെ സദസ്സുകളുണ്ടാകാം. കൂട്ടുകാരെ നിർബന്ധിക്കുകയാണ്, ശകലം കഴിക്ക്, ഞാൻ കഴിക്കുന്നില്ല എന്ന് പറയുമ്പോൾ നിർബന്ധിച്ച് അത് കഴിക്കുവാനായിട്ട് അങ്ങോട്ട് ആയിപ്പോവുകയാണ്, കഴിച്ചു പോകുന്നു. കൂട്ടുകാർ ബാറിലേക്ക് പോരുമ്പോൾ വേണ്ട എന്ന് വെച്ചാലും കഴിച്ചു പോവുകയാണ് എന്ന്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എല്ലാവർക്കും അറിയാം, വചനം പറയുന്നു, സദൃശ്യവാക്യങ്ങൾ 20-ാം അധ്യായം 1-ാം വാക്യം നാം വായിച്ചു കേൾക്കുകയാണല്ലോ, വീഞ്ഞ് പരിഹാസിയും മദ്യം കലഹക്കാരനുമാണ് എന്ന്. പ്രിയപ്പെട്ടവരെ, മദ്യപാനി സ്വർഗത്തിൽ കടക്കുകയില്ല, വചനം വ്യക്തമായിട്ട് പലവട്ടം പറയുന്നു. എല്ലാവർക്കും അറിയാം, പക്ഷേ അറിയാതെ അങ്ങ് പെട്ടുപോവുകയാണ്. തന്നെയുമല്ല, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചിന്തിക്കേണ്ട കാര്യമുണ്ട്. നാം ഇങ്ങനെ മദ്യം കഴിച്ചുകൊണ്ട്, മദ്യം മാത്രമല്ല സഹോദരിമാർ ചിന്തിക്കുക, ഇന്ന് സ്ത്രീജനങ്ങൾ പോലും മദ്യം കഴിക്കുന്ന അവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു. കഞ്ചാവും ഹാൻസും പാൻപരാഗും മയക്കുമരുന്നും എല്ലാം സമൂഹത്തെ വെട്ടിയാടി പിടിക്കുമ്പോൾ, നാം ഇങ്ങനെ പിശാചിന്റെ കടിയിൽ വീണു പോകുമ്പോൾ ദൈവജനമേ ചിന്തിക്കണം. കൂട്ടുകാർ നിർബന്ധിക്കുന്നു, അത് പിശാചിന്റെ കെണിയാണ്, പ്രലോഭനമാണ് എന്ന് മനസ്സിലാക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണല്ലോ. ഇന്ന് കൂട്ടുകാരുണ്ട്, നാളെ കൂട്ടുകാരുണ്ടാകണമെന്നില്ല. ഇന്ന് സുഖവും സന്തോഷവും എല്ലാം ഉണ്ട്, കയ്യിൽ പൈസയുണ്ട്, നമുക്ക് കാര്യങ്ങളെല്ലാം ഉണ്ട്, ബിസിനസ് ഉണ്ടായിരിക്കാം, കൃഷി ഉണ്ടായിരിക്കാം, സൗകര്യങ്ങളെല്ലാം ഉണ്ട്, നല്ല വീടുകളുണ്ട്, പ്രൗഢിയുണ്ട്, ആഡംബരമുണ്ട്. അപ്പോൾ കൂട്ടുകാരും ഇഷ്ടം പോലെ ഉണ്ടാകും. സഹോദരങ്ങൾ, ഒരിക്കലും കവി പാടി, സുഖത്തിലുണ്ടാം സഹിമാരനേകം, ദുഃഖം വരുമ്പോൾ പുനരാരുമില്ലേ, ഖഗങ്ങൾ മാവിൽ പെരുകും വസന്തേ, വരാ ശരത്തിങ്കൽ ഒന്നുപോലുമെന്ന്. സുഖത്തിലുണ്ടാം സഹിമാരനേകം, ദുഃഖം വരുമ്പോൾ പുനരാരുമില്ലേ, ഖഗങ്ങൾ മാവിൽ പെരുകും വസന്തേ, വരാ ശരത്തിങ്കൽ ഒന്നുപോലും. കവി പാടുകയാണ്, സുഖമുള്ള കാലത്ത്, സന്തോഷമുള്ള കാലത്ത്, പണമുള്ള കാലത്ത്, പ്രൗഢിയുള്ള കാലത്ത് ഇഷ്ടം പോലെ കൂട്ടുകാരുണ്ടാകാം. അത് ഏത് പ്രായത്തിലുള്ളവർക്കും ഏത് മേഖലയിലുള്ളവർക്കും എല്ലാം ഇഷ്ടം പോലെ കൂട്ടുകാരുണ്ട്. അതുപോലെ തന്നെ മറ്റ് മാധ്യമങ്ങൾ, എല്ലാ സംവിധാനങ്ങളുമെല്ലാം പാപം ചെയ്യുവാനായിട്ട് പ്രലോഭിപ്പിക്കുന്ന കാലഘട്ടമാണ്. കൂട്ടുകാർ പറയും, ഇന്നിത്തിരി കഴിക്കാം, ഇന്നിത്തിരി കഞ്ചാവ് ടേസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ അരുതാത്ത വഴിക്ക് പോകാം, എല്ലാം രസമാണ്, എല്ലാവരും സഹായിക്കുവാനുണ്ടാകും. ഇന്ന് കയ്യിൽ പൈസയില്ല എന്ന് പറഞ്ഞാലും സഹായിക്കുവാൻ ആളുണ്ട്, കാരണം തിരിച്ചു കിട്ടുമെന്ന് പറയാം. എല്ലാം അങ്ങനെ മുന്നോട്ട് പോകും. എന്നാൽ ഒരു സങ്കടകാലം വരുമ്പോൾ, ദുരിതകാലം വരുമ്പോൾ, രോഗിയായിട്ട് മാറുമ്പോൾ, അപകടം വരുമ്പോൾ, ദുഃഖകരമായൊരവസ്ഥയെല്ലാം വരുമ്പോൾ ഒരു കൂട്ടുകാരൻ പോലും ഉണ്ടാകില്ല എന്നാണ് കവി പറയുന്നത്. അതിന് ഉദാഹരണമായിട്ട് കവി പറഞ്ഞു തരികയാണ്, ഖഗങ്ങൾ മാവിൽ പെരുകും വസന്തേ, വരാ ശരത്തിങ്കൽ ഒന്നുപോലുമെന്ന്. വസന്തകാലമാണ്, നമുക്കറിയാം, മാവെല്ലാം പൂക്കുന്ന കാലഘട്ടം. മാവിൽ മാങ്ങയുണ്ടാവുകയാണ്, പച്ചമാങ്ങയുണ്ടാകുന്നു, മാമ്പഴമുണ്ടാകുന്നു. എവിടെ നിന്നാണെന്നറിയില്ല. അനേകം പക്ഷികൾ, ഖഗമെന്ന് പറഞ്ഞാൽ പക്ഷികളെന്നാണ് അർത്ഥം, കിളികൾ. ഇതിങ്ങനെ കിളികളെല്ലാം ആ മാവിൻ കൊമ്പിലേക്ക് പറന്നു വരികയാണ്. പച്ചമാങ്ങ കൊത്തി തിന്നുന്നു, മാമ്പഴം കൊത്തി തിന്നുകയാണ്. എന്നാൽ ആ മാമ്പഴക്കാലമെല്ലാം പോകുമ്പോൾ, ഇതാ ശരത്കാലം വന്നു കഴിയുമ്പോൾ ആ പക്ഷികൾ എവിടെ പോയി എന്നറിയില്ല, അവയെല്ലാം പറന്നു പോവുകയാണ്. വീണ്ടും സഹോദരങ്ങളെ, വീണ്ടും അതേ മാവിൽ അടുത്ത വർഷം, അടുത്ത ആണ്ടിൽ ആ മാവിൽ മാങ്ങയുണ്ടായാൽ മാത്രമേ, മാമ്പഴമുണ്ടായാൽ മാത്രമേ പക്ഷികൾ അങ്ങോട്ട് പറന്നു വരികയുള്ളൂ. ഇതുപോലെ തന്നെയാണ് മനുഷ്യജീവിതവും. ഇന്ന് സമ്പത്തുണ്ടെങ്കിൽ, ഇന്ന് പ്രൗഢിയുണ്ടെങ്കിൽ, ഇന്ന് ജോലിയുണ്ടെങ്കിൽ, ഇന്ന് ബിസിനസ് ഉണ്ടെങ്കിൽ, ഇന്ന് സൗകര്യങ്ങളുണ്ടെങ്കിൽ കൂട്ടുകാരെല്ലാം ഇഷ്ടം പോലെയുണ്ട്. എന്നാൽ കയ്യിൽ പൈസയില്ലാതെ ആകുമ്പോൾ
വേദനയുള്ള കാലഘട്ടങ്ങൾ വന്നു കഴിയുമ്പോൾ, ദുരിതമുള്ള കാലഘട്ടം വന്നു കഴിയുമ്പോൾ ഒരു കൂട്ടുകാരനോ കൂട്ടുകാരിയോ ഉണ്ടാകില്ല എന്നുള്ളത് ഏറ്റവും അറിഞ്ഞിരിക്കേണ്ട കാര്യം തന്നെയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ വിശാലമായ വഴിയിലൂടെയാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ അന്ത്യം വളരെ മോശമായിരിക്കും. അതുകൊണ്ട് നമ്മുടെ പിതാക്കന്മാർ, സഹോദരന്മാർ എല്ലാവരും പിശാചിനോട് അടരാടിയവരാണ്, പിശാചിനോട് യുദ്ധം ചെയ്തവരാണ്, പോരാ അവരെ ജയിച്ചവരാണ് എന്നാണ് നമ്മൾ പാടിയത്, പ്രാർത്ഥിച്ചത്. പ്രിയപ്പെട്ടവരെ, ആ ഇടുങ്ങിയ വഴിയിലൂടെ യാത്ര ചെയ്യുവാൻ തീരുമാനമെടുത്തപ്പോൾ പിശാച് പല പല തന്ത്രങ്ങളും പ്രയോഗിച്ചു. പക്ഷേ അതിനെല്ലാം ജയിച്ച് പ്രാർത്ഥനയോടെ, നോമ്പോടെ, ഉപവാസത്തോടെ ജീവിച്ചവരായിരുന്നു നമ്മുടെ പിതാക്കന്മാർ. അതുപോലെ ജീവിക്കുവാനായിട്ട് നാം തയ്യാറെടുക്കണം. കാരണം വചനം പറയുന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് അന്വേഷിച്ചുകൊണ്ട് 1 പത്രോസ് 5:7 വാക്യങ്ങൾ, ആരെ വിഴുങ്ങേണ്ടു എന്ന് അന്വേഷിച്ചുകൊണ്ട് അലറുന്ന സിംഹമെന്ന പോലെ പിശാചിങ്ങനെ സഞ്ചരിക്കുകയാണ്. ആരെയാണ് വീഴ്ത്തേണ്ടത്? പ്രത്യേകിച്ച് വിശുദ്ധ വഴിയിലൂടെ യാത്ര ചെയ്യുന്നവരെല്ലാം വിഴുങ്ങുവാനായിട്ട് പിശാച് തയ്യാറെടുത്ത് നിൽക്കുമ്പോൾ ആ പിശാചിനെ തോൽപ്പിക്കണമെങ്കിൽ പ്രിയപ്പെട്ടവരെ, ആ ദൈവവചനത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട്, വിശ്വാസത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് വിശുദ്ധിയോടെ മുന്നോട്ട് പോകുമ്പോൾ, പ്രാർത്ഥനയോടെ, നോമ്പോടെ, ഉപവാസത്തോടെ മുന്നോട്ട് പോകുമ്പോഴാണ്, ആ ജീവൻ്റെ വഴിയിലൂടെ മുന്നോട്ട് പോകുമ്പോഴാണ് നിത്യജീവനെ കാക്ഷിക്കുവാനായിട്ട് നമുക്ക് ഇടയാകുന്നത്. ഞാൻ പറഞ്ഞതായ കുറിവാക്യത്തിലേക്ക് മടങ്ങി വരുമ്പോൾ, അപ്പോസ്തലനായ പൗലോസ്ലീഹായുടെ ജീവിതം സംഭവിച്ചതുപോലെ നമ്മുടെ പുണ്യപ്പെട്ട പിതാക്കന്മാരുടെ ജീവിതത്തിലുണ്ടായത്. കാരണം പ്രിയപ്പെട്ടവരെ, അവരെല്ലാം നീതിമാന്മാരായിരുന്നു. 34-ാം സങ്കീർത്തനം പറയുന്നു, യഹോവയുടെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവൻ്റെ ചെവി അവരുടെ നിലവിളിക്കും തുറന്നിരിക്കുന്നു എന്ന്. നീതിമാന്മാർ എന്ന് കൈമലർത്തി പ്രാർത്ഥിച്ചപ്പോൾ ദൈവം തമ്പുരാൻ മറുപടി കൊടുത്തു. അതുകൊണ്ട് ഇന്ന് ഞാനും നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം, നമുക്ക് നീതിമാന്മാരാകുവാൻ ഇതുവരെയായിട്ടും സാധിച്ചിട്ടുണ്ടോ? ദൈവത്തിൻ്റെ മക്കളായി മാറുവാൻ സാധിച്ചിട്ടുണ്ടോ? റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം 14-ാം വാക്യം പറയുന്നു, ദൈവാത്മാവ് നടത്തുന്ന ഏവനും ദൈവത്തിൻ്റെ മക്കൾ എന്ന് വിളിക്കപ്പെടുമെന്ന്. പ്രിയപ്പെട്ടവരെ, ദൈവാത്മാവാണോ നമ്മെ നയിക്കുന്നത്, അതോ അശുദ്ധാത്മാവാണോ? നാം ചിന്തിക്കേണ്ട അത്യാവശ്യമാണ്. ഈ ലോകത്തിൻ്റെ ഇമ്പങ്ങളിലൂടെയാണോ യാത്ര ചെയ്യുന്നത്? ഈ ലോകവും വേണം, എനിക്ക് ദൈവവും വേണം എന്നുള്ളതായ ബോധ്യത്തോടെ മുന്നോട്ട് പോയാൽ ഒരിക്കലും അത് ജീവൻ്റെ വഴിയാകുന്നില്ല, അത് വിശാലമായ വഴിയാകുന്നു കേട്ടോ. പ്രിയപ്പെട്ടവരെ, മറന്നു പോകരുത്. 1 യോഹന്നാൻ 3-ാം അധ്യായം 7-8 തിരുവചനങ്ങൾ. 1 യോഹന്നാൻ 3-ാം അധ്യായം 7-8 തിരുവചനങ്ങൾ. നീതി ചെയ്യുന്നവൻ നീതിമാനാകുന്നു, പാപം ചെയ്യുന്നവൻ പിശാചിന് മകനാകുന്നു, അല്ലെങ്കിൽ മകളാകുന്നുവെന്ന്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞാനും നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം, ഇപ്പോൾ ഞാൻ നീതിമാനായിട്ടാണോ ജീവിക്കുന്നത്, അതോ പിശാചിൻ്റെ മകനായിട്ടാണോ മകളായിട്ടാണോ ജീവിക്കുന്നത്? വ്യക്തമായി നാം തന്നെ തീരുമാനമെടുക്കണം. അത് മറ്റാരും ചോദിക്കേണ്ട കാര്യമില്ല. എനിക്ക് തന്നെ അറിയാം, നമുക്ക് തന്നെ അറിയാം എൻ്റെ ജീവിതത്തിൻ്റെ പോക്ക് എങ്ങോട്ടാണ് എന്നുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഒരു മാറ്റം നമുക്ക് ആവശ്യമില്ലേ? ഈ പോക്ക് പോയാൽ എങ്ങോട്ടാണ് പോകുന്നത്? ഈ പോക്ക് വിശാലമായൊരു വഴിയിലൂടെ പോക്കാണല്ലോ. അത് പാപത്തിൻ്റെ മേഖലയിലൂടെ പോക്കാണ്. രസമുണ്ട്, പക്ഷേ ഇതിൻ്റെ അവസാനം നിത്യമരണമാകും. പ്രിയപ്പെട്ടവരെ, എന്നാൽ ഇടുങ്ങി വഴി സ്വീകരിക്കുവാനായിട്ട് തയ്യാറാകുമോ? നമുക്കറിയാം, മത്തായി ശ്ലീഹായെ പേർഷ്യൻ ജനങ്ങൾ കുത്തിക്കൊല്ലുകയാണ് ചെയ്തത്. മർക്കോസിൻ്റെ കാലുകൾ കുതിരകൾ വലിച്ചു കീറി വൈദ്യനാൻ ലൂക്കോസിനെ തൂക്കിക്കൊന്നു. അപ്പോസ്തലനായ പത്രോസ്ലീഹായെ തലകീഴായി ക്രൂശിച്ചു കൊന്നു. അപ്പോസ്തലനായ പൗലോസ്ലീഹായെ ശിരച്ഛേദം ചെയ്യുകയാണ് ചെയ്തത്. യോഹന്നാൻ ശ്ലീഹായെ പത്മോസ് ദ്വീപിലേക്ക് നാട് കടത്തി. ഓരോ ശിഷ്യന്മാർ, അപ്പോസ്തലന്മാരെല്ലാം വലിയ സഹനങ്ങൾ ഏറ്റുവാങ്ങിയവരാണ്. എല്ലാവരും രക്തസാക്ഷികളായി മാറിയവരായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഈ നാളുകളിലും അനേകം പ്രിയപ്പെട്ട രക്തസാക്ഷികളായി മാറുന്നുണ്ട്. നാം ചിന്തിക്കണം, എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? ചെറിയ സഹനങ്ങളും പ്രയാസങ്ങളും എല്ലാം ഉണ്ട്. പക്ഷേ നാം ചിന്തിക്കേണ്ടത് ഇതിനെല്ലാം ഉപരിയായിട്ട് ഒരു നിത്യജീവൻ ഉണ്ട് എന്നുള്ളതായ ബോധ്യമാണ്. 2 കൊരിന്ത്യർ ലേഖനം 4-ാം അധ്യായം 17-18 വാക്യങ്ങളിൽ നമ്മെ ഉദ്ബോധിപ്പിക്കുന്നുണ്ട്. നൊടി നേരത്തേക്കുള്ള ഞങ്ങൾ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേജസ്സിൻ്റെ നിത്യഹനം ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകുന്നു. കാണുന്നതിനെ അല്ല, കാണാത്തതിനെ അത്രയും ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. കാണുന്നത് താൽക്കാലികം, കാണാത്തതോ നിത്യം.
ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അപ്പോസ്തലനായ പൗലോസ്ലീഹ കൊരിന്ത്യ സഭയെ ബലപ്പെടുത്തുകയാണ്. അവിടെ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്, നൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേജസ്സിൻ്റെ നിത്യഘനം ഞങ്ങൾ കിട്ടുവാൻ ഖേദിവാകുന്നു. ഇത് ഇന്നുള്ളതായ കഷ്ടങ്ങളും ഭാരങ്ങളും ഒന്നും സാരമില്ല, കാരണം ഇതെല്ലാം നൊടി നേരത്തേക്കുള്ളതാണ്. എന്നാൽ ഇതാ അനവധിയായ തേജസ്സിൻ്റെ നിത്യഘനം ഞങ്ങൾ കിട്ടുവാൻ പോകുന്നു. ഇതാ വലിയ നിത്യ തേജസ് കിട്ടുവാൻ പോകുന്നു. അതുകൊണ്ട് ഈ ലോകത്തുള്ളതായ താൽക്കാലികമായ കഷ്ടങ്ങളും സഹനങ്ങളും സാരമില്ല എന്ന് പൗലോസ് പറഞ്ഞ് വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ, കാണുന്നതിനെ അല്ല കാണാത്തതിനെ അത്രേ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. കാണുന്നത് താൽക്കാലികം, കാണാത്തതോ നിത്യമെന്ന്. പ്രിയപ്പെട്ടവരെ, ഇന്ന് നാം കാണാത്തതായ ആ സ്വർഗരാജ്യം, ആ പിതാവിൻ്റെ വാസസ്ഥലം, യേശു ഒരുക്കാൻ പോയതായ ആ സ്ഥലം എനിക്ക് കിട്ടുവാൻ പോവുകയാണ്. അതുകൊണ്ട് ഇന്ന് എന്തെല്ലാം കഷ്ടത വന്നാലും സാരമില്ല, എൻ്റെ യേശുവിന് പ്രതിയാണ്, ഇതൊന്നും സാരമില്ല എന്ന് പൗലോസ് പറഞ്ഞതുപോലെ നമുക്ക് ഒരു വലിയ ബോധ്യമുണ്ടാകണം. പൗലോസ് പറയുകയാണ്, കാണുന്നതെല്ലാം താൽക്കാലികമാണ്, കാണാത്തതാണ് നിത്യം. ശലോമോൻ പറഞ്ഞത് തന്നെയാണല്ലോ, മായ സകലതും മായ എന്ന്. സഹോദരങ്ങളെ, ഇന്ന് കാണുന്നതായ സകലതും, ഈ ലോകത്തുള്ളതായ സകലതും മായയാണെന്നാൽ കാണാത്തതായ ആ നിത്യത, ആ സ്വർഗരാജ്യത്തെ പ്രത്യാശ വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഈ ലോകത്തിലെ കഷ്ടതകൾ സാരമില്ല എന്ന് എണ്ണുവാൻ സാധിക്കും. ആ അധ്യായം കഴിഞ്ഞ് 2 കൊരിന്ത്യർ ലേഖനം 4-ാം അധ്യായം 17-18 വാക്യങ്ങളിലൂടെ അധ്യായം അവസാനിക്കുകയാണ്. വീണ്ടും അതിൻ്റെ 5-ാം അധ്യായം 1 മുതൽ തുടങ്ങുമ്പോൾ ഇപ്രകാരമാണ് വായിക്കുന്നത്: കൂടാരമായ ഞങ്ങളുടെ ഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിന് ദാനമായ ഒരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ടെന്ന് അറിയുന്നു. പ്രിയപ്പെട്ടവരെ, പൗലോസ് അവിടെ പറയുകയാണ്, കൂടാരമാകുന്ന ഈ ഭവനം അഴിഞ്ഞു പോയാലും സാരമില്ല, ഞാൻ മരിച്ചു മാറ്റപ്പെട്ടാലും സാരമില്ല, കാരണം അഴിഞ്ഞു പോകാത്തതായ ഒരു നിത്യമായ കെട്ടിടം സ്വർഗത്തിലുണ്ട് എന്ന് ഞാൻ അറിയുന്നു എന്ന്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത്രയും കാലം ക്രിസ്ത്യാനിയായിട്ട് ജീവിച്ചിട്ട് ഈ ഒരു ബോധ്യത്തിലേക്ക് നമുക്ക് വരുവാൻ സാധിക്കുമോ? നാം ചിന്തിക്കേണ്ടത് അത് തന്നെയാണ്. അതുകൊണ്ട് പിതാക്കന്മാർ യാത്ര ചെയ്തതുപോലെ ഇടുങ്ങിയ വഴി കാക്ഷിച്ചുകൊണ്ട് ലോക ഇമ്പങ്ങളിലേക്ക് പോകാതെ, സ്ഥാനമാനങ്ങളിലേക്ക് പോകാതെ, ലോകത്തിൻ്റെ പ്രമാദങ്ങളിലേക്ക് പോകാതെ, അശുദ്ധിയിലേക്ക് പോകാതെ, വിശുദ്ധിയോടെ ജീവിച്ചുകൊണ്ട്, പ്രാർത്ഥനയോടെ, നോമ്പോടെ, പ്രിയപ്പെട്ട ഏറ്റവും വിനയപ്പെട്ടുകൊണ്ട് ആ ഇടുങ്ങിയ വാതിലിലൂടെ, ഇടുങ്ങിയ വഴിയിലൂടെ സ്വർഗരാജ്യത്തിലേക്ക് അവർ യാത്രയായതുപോലെ, സഹോദരങ്ങളെ, നമുക്ക് തീരുമാനമെടുക്കാം. വിശാലമായ വഴിയല്ല വേണ്ടത്. ദൈവത്തിന് ഇഷ്ടം ചെയ്യുന്നവരായി, ആ പാപത്തോട് വിട പറയുന്നവരായി മാറണം. നമ്മുടെ ഹൃദയത്തിൽ യേശുവിന് സ്ഥാനമുണ്ടോ? നാം ചിന്തിക്കണം കേട്ടോ. അതുകൊണ്ട് എന്നോട് കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നവൻ ഏവനുമല്ല, എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത് എന്ന് വ്യക്തമായി കർത്താവിൻ്റെ തിരുവചനം പറയുമ്പോൾ നമ്മുടെ ജീവിതം എങ്ങനെയുണ്ട് ശാന്തമായി പരിശോധിച്ചുകൊണ്ട് കർത്താവിന് ഇഷ്ടം ചെയ്യുന്നവരായി നമുക്ക് മാറാം. 1 യോഹന്നാൻ 3-ാം അധ്യായം 21-22 വാക്യങ്ങൾ, നമ്മുടെ ഹൃദയം നമ്മെ കുറ്റം വിധിക്കുന്നില്ല എങ്കിൽ ദൈവത്തോട് നമുക്ക് പ്രാഗൽഭ്യമുണ്ട്. നാം അവന് ഇഷ്ടം ചെയ്തുകൊണ്ട് എന്ത് യാചിച്ചാലും അവങ്കിൽ നിന്ന് ലഭിക്കുമെന്ന് വ്യക്തമായിട്ട് പദം നമ്മോട് പറയുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ പുണ്യപ്പെട്ട പിതാക്കന്മാർ ജീവിച്ചതുപോലെ നീതിമാന്മാരായി ജീവിക്കുവാൻ തീരുമാനമെടുത്താൽ നമ്മുടെ ഹൃദയത്തിലെ അശുദ്ധിയെല്ലാം കഴുകിക്കളഞ്ഞ്, അരുതായ്മയെല്ലാം കഴുകിക്കളഞ്ഞ്, വെറുപ്പും വിദ്വേഷവുമെല്ലാം മാറ്റിക്കളഞ്ഞ് സ്നേഹത്തോടെ ജീവിക്കുവാൻ തയ്യാറായി, സ്നേഹത്തോടെ ജീവിച്ചുകൊണ്ട്, വചനം കേട്ടുകൊണ്ട്, പാപം ഉപേക്ഷിച്ചുകൊണ്ട് വിശുദ്ധിയോടെ ജീവിക്കുവാൻ തയ്യാറായാൽ നമ്മുടെ ഹൃദയം നമ്മെ കുറ്റം വിധിക്കാത്തൊരവസ്ഥയിലേക്ക്, നീതിമാൻ്റെ അവസ്ഥയിലേക്ക് വന്നു കഴിഞ്ഞുകൊണ്ട് നാം പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് ദൈവം മറുപടി നൽകുമെന്നാണ് നാം ഇപ്പോൾ വായിച്ചു കേട്ടത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ പിതാക്കന്മാർ ജീവിച്ചതുപോലെ, അപ്പോസ്തലനായ പൗലോസ് ജീവിച്ചതുപോലെ ഇന്നും അത്ഭുതങ്ങൾ നടത്തുവാൻ കർത്താവ് തയ്യാറാണ്. വചനം വായിച്ചു കേട്ടുവല്ലോ, അപ്പോസ്തലനായ പൗലോസ്ലീഹായുടെ റൂമാനോത്തരിയുമെല്ലാം രോഗിയുടെ ശരീരത്തിൽ കൊണ്ടിട്ടപ്പോൾ തന്നെ സൗഖ്യം വെച്ചതുപോലെ, ദുരാത്മാക്കൾ ഓടി മാറിയതുപോലെ ഇന്നും അത്ഭുതം പ്രവർത്തിക്കുവാൻ കർത്താവ് തമ്പുരാൻ തയ്യാറാണ്. നാം തീരുമാനമെടുത്താൽ മതി, വിശുദ്ധിയോടെ ജീവിക്കുവാൻ തീരുമാനമെടുത്താൽ മതി. ഇന്ന് കേട്ട വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് നമ്മുടെ പുണ്യപ്പെട്ട പിതാക്കളുടെ വഴി യാത്ര ചെയ്യുവാനായിട്ട്, ഇടുങ്ങിയ വഴിയിലൂടെ യാത്ര ചെയ്യുവാൻ, വിശാലമായ വഴി ഉപേക്ഷിച്ചുകൊണ്ട് യാത്ര ചെയ്യുവാൻ നമുക്ക് തീരുമാനമെടുക്കാം. നമുക്കൊരു നിമിഷം കൂടി പ്രാർത്ഥിക്കാം, കണ്ണുകളടയ്ക്കാം. കാരുണ്യവാനായ കർത്താവേ, ഞങ്ങൾ നീ കേൾപ്പിച്ച വചനങ്ങൾക്കായി
ഞങ്ങൾ നിന്നോട് നന്ദി പറയുന്നു. അപ്പോസ്തലനായ പൗലോസ്ലീഹായെ പോലെ ഞങ്ങളുടെ പുണ്യപ്പെട്ട പിതാക്കന്മാരെ പോലെ ജീവിക്കുവാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. കർത്താവേ, നാശത്തിൻ്റെ വഴിയിലൂടെയല്ല, വിശാലമായ പാപത്തിൻ്റെ വഴിയിലൂടെയല്ല, ഇടുങ്ങിയതായ ആ നിൻ്റെ ജീവൻ്റെ വഴിയിലൂടെ യാത്ര ചെയ്യുവാനായിട്ട് ഞങ്ങൾ തീരുമാനമെടുക്കുമ്പോൾ പിശാചിൻ്റെ പ്രലോഭനങ്ങൾ പെട്ടുപോകാതെ വിശുദ്ധിയോടെ ജീവിക്കുവാൻ, നിന്നെ സ്തോത്രം ചെയ്ത് ജീവിക്കുവാൻ, കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നതോടൊപ്പം തന്നെ സ്വർഗസ്ഥനായ പിതാവിന് ഇഷ്ടം ചെയ്ത് ജീവിക്കുവാനായിട്ട് നിൻ്റെ മക്കളെ അനുഗ്രഹിക്കുമാറാകണമേ. തമ്പുരാനെ, ഇനിയുള്ള നാളുകൾ ഏറ്റവും പ്രാർത്ഥനയോടെ, നോമ്പോടെ, ഉപവാസത്തോടുകൂടി വിശുദ്ധിയോടെ ജീവിക്കും, വചനം കേട്ടുകൊണ്ട് ജീവിക്കുവാനായിട്ട്, ആരാധന സംബന്ധിക്കുന്നവരായി ജീവിക്കുവാനായിട്ട് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകണമേ. എല്ലാ നന്മകളും നിറയ്ക്കണമേ. ഓരോ വ്യക്തികളെ അനുഗ്രഹിക്കണമേ. ഓരോരുത്തരുടെയും പ്രാർത്ഥനാഭിഷേകം മറുപടി കൊടുക്കണമേ. രോഗികളെ സൗഖ്യമാക്കണമേ. കടഭാരങ്ങളെ മാറ്റണമേ. തടസ്സങ്ങളെ മാറ്റണമേ. ബന്ധനങ്ങൾ അഴിക്കണമേ. പഠിക്കുന്ന മക്കൾക്ക് പഠിക്കാനുള്ള ബുദ്ധിയും വിവേകവും ജ്ഞാനവും കൊടുക്കണമേ. എല്ലാ ഭവനങ്ങളും സമാധാനവും ശാന്തിയും കൊടുക്കുമാറാകണമേ. സകല യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ചോദിക്കുമ്പോൾ പിതാവാം ദൈവമേ, പ്രാർത്ഥന കേട്ട് ഉത്തരമരുളി ചെയ്യുമാറാകണമേ. ആമീൻ.